ടെൻഷൻ അടിച്ച് ഇടങ്ങാറായി നിൽക്കുന്ന സൽമാനോടും ചോദിച്ചു, നിന്റെ മുഖം വല്ലാതെ വാടിയിട്ടുണ്ടല്ലോ, എന്ത് പറ്റി? അപ്പോഴാണ് അവൻ പറയുന്നത്, അവൻ EMI വഴി ഒരു ബൈക്ക് വാങ്ങിയതാണ്. അതിലൂടെയുള്ള പ്രയാസം ചില്ലറ പ്രയാസമൊന്നുമല്ല. അപ്പോൾ അതിൽ പലിശയായി വല്ലാതെ ഇടങ്ങേറായി നിൽക്കുകയാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, പലിശയായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് എനിക്കറിയില്ല, നീ എങ്ങനെയാണ് അതിൽ പെട്ടത് ചോദിച്ചപ്പോൾ അവൻ പറയുക, പലിശയാണ് എന്നുള്ള രൂപത്തിലാണെങ്കിൽ ഞാൻ ആദ്യം ഇതിലേക്ക് ഇറങ്ങുമായിരുന്നില്ല, പലിശയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് പരസ്യമൊക്കെ കണ്ട് ഞാൻ അതിലേക്ക് ഇറങ്ങിയത്. ഇറങ്ങി നോക്കുമ്പോഴല്ലേ അതിൻ്റെ കഥ മനസ്സിലാകുന്നത്. പലിശ ഇല്ല എന്ന് അവർ പറയുന്നെങ്കിലും പല മാർഗങ്ങളിലൂടെ പലിശ വന്ന് ഇടങ്ങേറാക്കുന്നൊരു സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഓരോ മാസവും 5000 രൂപ അടക്കേണ്ട സാഹചര്യത്തിൽ 2 മാസം അടച്ച് 3-ാമത്തെ മാസം അടക്കാൻ സാധിച്ചില്ല, ഹോസ്പിറ്റൽ കേസിൽ പെട്ടുപോയി. കയ്യിൽ കാശുണ്ടായിരുന്നു, പക്ഷെ അടക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് തടസ്സപ്പെട്ട് പിന്നെ കൂട്ടുപലിശയായി, പലിശൻ്റെ മുകളിൽ പലിശയായി, പിറ്റത്തെ മാസം സാധിച്ചില്ല, അപ്പം അതിൻ്റെ മുകളിൽ കൂടെ പലിശ കൂടി സിമ്പിളാണ്, നിസ്സാരാണെന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം വലിയൊരു ഭാരമായി മാറി. പിന്നീട് വലിയൊരു തുക അടക്കേണ്ടി വന്നു. അങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴാണ് മറ്റൊരു ഓൺലൈൻ തട്ടിപ്പിലൂടെ ഇരയായത്. അതെന്തുകൊണ്ടാണ്? ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഓൺലൈനിൽ വഴിയായിട്ട് ഒരു ലോൺ കൂടെ എടുത്തു. ഈ ഒരു പ്രശ്നം പരിഹരിക്കണമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് പറഞ്ഞു, നിങ്ങളെ പ്രൂഫും കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾക്ക് വേണ്ട തുക ഞങ്ങൾ തരാം, നിങ്ങളത് ഘട്ടം ഘട്ടമായി അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ഗത്യന്തരമില്ലാതെ ഈ ഒരു തുക അടക്കാൻ വേണ്ടിയിട്ട് അത് വാങ്ങി ഇവിടെ അടച്ചു. അത് വീണ്ടും പ്രശ്നമായി. ഈ തുക അടച്ച് തീർന്നിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ കുറഞ്ഞ തുക മാത്രം അടക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവിടെയും അവിടുന്നും പ്രഷർ വന്നു. അവിടത്തെയും തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കൽ തുടങ്ങി. അവിടുത്തെ ഭീഷണിപ്പെടുത്തൽ വളരെ ഗൗരവത്തോടുള്ളതാണ്. നിൻ്റെ മോർഫ് ചെയ്ത് വീഡിയോ പ്രചരിപ്പിക്കും, നിൻ്റെ കോണ്ടാക്റ്റ് ലിസ്റ്റൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട്, അവരിലേക്കെല്ലാം നിൻ്റെ മോർഫ് ചെയ്ത് വീഡിയോ എത്തിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് വല്ലാതെ പേടിപ്പിക്കലും ബേജാറായി ആകെ ടെൻഷനായി കുത്തിരിക്കുന്നൊരു സാഹചര്യം. ഇതൊരു സൽമാൻ്റെ മാത്രം കഥയല്ല, ഒരുപാട് ആളുകളിൽ നടക്കുന്നതാണ്. നമുക്ക് നമ്മുടെ അലസത കൊണ്ടോ എന്തുകൊണ്ടോ അത്തരത്തിലുള്ളത് കൂടുതലാവുകയാണ്. വളരെ കൃത്യമായി അടക്കാൻ കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാശ് അടക്കേണ്ടി വരും. 2 ലക്ഷം നമ്മൾ ആ വകുപ്പിൽ എടുത്താൽ തന്നെ 3 ലക്ഷം 4 ലക്ഷം കഴിഞ്ഞിട്ടും അടക്കൽ തീരാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ഈ ഒരു വകുപ്പ് മാത്രമല്ല, ലോണുമായി ബന്ധപ്പെട്ട ഏതൊരു വകുപ്പിലും ബാങ്കുമായി ബന്ധപ്പെട്ടതൊക്കെ അതാണ് സ്ഥിതി. 1-2 അടവ് തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൂടെ പൈസ വന്നു. പ്രത്യേകിച്ച് തുച്ഛ വരുമാനമുള്ള ശമ്പളം കുറവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെലവുകളും മറ്റൊക്കെ കഴിഞ്ഞ് ബാക്കിയുണ്ടാകുന്ന തുക അത് അതിലേക്ക് കൃത്യമായിട്ട് അടക്കാനും കൂടെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറയും വേണ്ട, ഒരുപാട് നഷ്ടമാണ് വരുന്നത്. ചെറിയൊരു നഷ്ടമല്ല, കൃത്യമായി അടക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് അടച്ച് കഴിയുമ്പോഴാണ് എത്രത്തോളം നഷ്ടം നമുക്ക് സംഭവിച്ചതെന്ന് അറിയാം. മാർക്കറ്റിൽ റൊക്കം കാശ് കൊടുത്ത് വാങ്ങുന്നതിനെ അപേക്ഷിച്ച് എത്രയോ കാശ് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരികയാണ്. ഞാൻ മസാലയിലേക്കൊന്നും കടന്നിട്ടില്ല, അതുണ്ടാവുന്ന ഭവിഷ്യത്ത് മാത്രം പറയുകയാണ്. പിന്നെ അത് കൃത്യമായി അടക്കാൻ കഴിയാത്തവരോ കടം കയറി വീടടക്കം ജപ്തി ചെയ്യേണ്ട അവസ്ഥ പോലും ഉണ്ടാകുന്ന സുഹൃത്തുക്കൾ നമുക്കിടയിൽ, ഞാൻ ആരെയും പേര് പറയുന്നില്ല, അവർ നമ്മൾ സംസാരിച്ച കാര്യമാണ് പറയുന്നത്. വീട് ജപ്തി ചെയ്യുന്നൊരു സാഹചര്യം അടക്കം കേവലം ചെറിയൊരു 1 ലക്ഷം 2 ലക്ഷം രൂപ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പലിശ വന്നിട്ട് ഇടങ്ങാറായ ആളുകളെ കുറിച്ച് എനിക്കറിയാം. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നാം ഇറങ്ങി പോവാതിരിക്കുക. മസ്അലയും ഇസ്ലാമിക ഹുക്കുമൊക്കെ അവിടെ നിൽക്കട്ടെ. അതുകൊണ്ടെന്ന ഭവിഷ്യത്ത് ദുനിയാവിൽ തന്നെ ഉണ്ടാകുന്ന ചില്ലറ പ്രശ്നങ്ങളൊന്നുമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ. നമുക്ക് കൃത്യമായി അടക്കാൻ കഴിയില്ല. അത് 1-2 തവണ അടച്ചാലും ഒന്നും ജസ്റ്റ് മിസ്സായാൽ മതി. അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് നേരിട്ട് അടക്കുന്നതാണെങ്കിൽ പോലും അതിൻ്റെ പ്രോസസ്സിങ്ങിൽ വല്ല തടസ്സം വന്നു കഴിഞ്ഞാൽ അവിടെ പലിശ വരികയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വലിയ വലിയ പ്രതിസന്ധികളാണ്. അപ്പോൾ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുക. ഇനി അഥവാ ഒരു വാഹനം, ഒരു പ്രൊഡക്റ്റ് വാങ്ങണം എന്നൊരു വാഹനം, ഉദാഹരണം മൊബൈൽ വാങ്ങുകയാണെങ്കിൽ ഏതാണെങ്കിലും ഓരോ ജോലിയുടെ ആവശ്യമായിട്ട് നിർബന്ധിത സാഹചര്യത്തിൽ അത് വാങ്ങണം എന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് ക്ഷമിക്കുക, 1-2 കൊല്ലം ക്ഷമിക്കുക. ഓരോ മാസത്തിൽ നിന്നും നമ്മുടെ ശമ്പളത്തിൽ നിന്നുള്ള ഒരു നിശ്ചിത വിഹിതം നമ്മളവിടെ സേവ് ചെയ്യുക. ഒരു 5000 രൂപ അടക്കേണ്ടത് പറഞ്ഞല്ലോ, ഈ 5000 രൂപ നമ്മളത് സേവ് ചെയ്തിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് അത് വാങ്ങുക. അതല്ലാതെ ഈ ഒരു പലിശയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരിക്കലും അത് തീരില്ല എന്ന് മാത്രമല്ല, ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾ ആ 1-2 ലക്ഷത്തിൻ്റെ പേരിൽ നമ്മുടെ വീടടക്കം ജപ്തിയാകുന്ന സാഹചര്യമടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ഗൗരവത്തിൽ
ഈ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒന്ന് ക്ഷമിച്ചിട്ട് നമുക്ക് മാസത്തിൽ മാക്സിമം 5000 എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റുന്നതുപോലെ സേവ് ചെയ്തിട്ട് അത് വാങ്ങാൻ ശ്രമിക്കാം. അങ്ങനെ ആകുമ്പോൾ ഇൻസ്റ്റാൾമെൻറ്റിനേക്കാൾ കുറഞ്ഞ പൈസക്ക് കിട്ടും. ഇൻസ്റ്റാൾമെൻ്റ് ആകുമ്പോൾ കുറച്ച് കൂടുതൽ കാശ് നൽകേണ്ടി വരും. ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം പോലും ഇല്ലാതെ റൊക്കം കാശ് കൊടുത്തുകൊണ്ട് ആ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ലാഭകരവും എളുപ്പമുള്ളതും. മറ്റേത് പെട്ടുപോകും. ഇതിൻ്റെ നൂലാമാലകൾ നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ കുറേ കണ്ടീഷനിൽ അങ്ങനെ എല്ലാം സൈൻ ചെയ്ത് കൊടുക്കും. എന്തൊക്കെയാണ് നമ്മൾ ഏത് കൊടുക്കുന്ന ഒരു മാസത്തവണ തെറ്റുകയാണെങ്കിൽ നിങ്ങൾ അതെടുക്കും, നിങ്ങളെ വീട് പോകും, മറ്റു മറിച്ച് എല്ലാത്തിലും ശരി എന്നിട്ട് നമ്മൾ അങ്ങനെ ഒപ്പിട്ട് എടുക്കുകയാണ്. പിന്നീടാണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. ഓരോ കടക്കാരും അവരുടെ പ്രൊഡക്റ്റുകൾ വിറ്റ് പോകാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്തും. നിങ്ങൾ ജസ്റ്റ് ₹1 മതി, നിങ്ങളെ വീട്ടിലെത്തും മൊബൈൽ. 5000 50,000 ഒക്കെ മൊബൈൽ നിങ്ങളുടെ വീടുകളിലെത്തും. ജസ്റ്റ് ₹1 നിങ്ങൾ ചിലവഴിക്കേണ്ടതുള്ളൂ. അതേപോലെ ഒരു കാശും നിങ്ങൾ ചിലവഴിക്കേണ്ടതില്ല. കാറ് നിങ്ങളുടെ വീട്ടിലെത്തും. അത് ജസ്റ്റ് നിങ്ങൾക്ക് 5000 ഓരോ മാസം സേവ് ചെയ്യാൻ കഴിയില്ലേ, അത് അടച്ചാൽ മതി എന്നൊക്കെയാണ് അവർ പറയുക. പിന്നീട് അതിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കും അതിൻ്റെ ചതിക്കുഴികൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ബാങ്കിൻ്റെയും മറ്റുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം മേഖലയിലേക്ക് നിങ്ങൾ ആ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുക. ഇനി ഇസ്ലാമിക കർമ്മശാസ്ത്രപരമായി പറയുമ്പോൾ വളരെയധികം നമുക്കതിൽ ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ളത് ഇസ്ലാമിൽ നിരോധിക്കപ്പെട്ട കാര്യമൊന്നുമല്ല. ഒരു പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾമെൻ്റായി വാങ്ങുക എന്നുള്ളത് നിരോധിക്കപ്പെട്ടൊന്നുമല്ല. ഒരു പ്രൊഡക്റ്റിൻ്റെ വില നിശ്ചയിക്കാൻ ആ കമ്പനിയുടെ ഓണർക്ക് അധികാരമുണ്ട്. ഇന്നൊരു പ്രൊഡക്റ്റ് അതിൻ്റെ വില ഇത്രയാണ്. റൊക്കായിട്ടാണ് ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ഒരു വാഹനം, ഒരു ബൈക്ക് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ വില ഇത്രയാണ്, 2 ലക്ഷമാണ്. ഇനി അതല്ല ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണെങ്കിൽ 3 ലക്ഷമാണ് എന്ന് പറയുന്നതിൽ വിരോധമൊന്നുമില്ല. അതിൽ യാതൊരു തടസ്സമില്ല. അത് ഓരോ പ്രൊഡക്റ്റും നിർമ്മിക്കുന്ന ആളുകൾക്ക് അവരെ ഇഷ്ടപ്പെട്ട വില നിർണ്ണയിക്കാനുള്ള അധികാരവും അവകാശമുണ്ട്. അത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അത് വാങ്ങണോ വേങ്ങണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ മാത്രമല്ല ഇൻസ്റ്റാൾമെൻ്റ് ആകുമ്പോൾ അവർക്ക് ഒന്നിച്ചൊരു കാശ് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ കാശ് കളക്ട് ചെയ്യാൻ ആൾ വേണം, അത്രയും വെയിറ്റ് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ എന്നാലും പ്രൊഡക്റ്റ് ഒന്ന് വിറ്റ് പോട്ടെ വെച്ചിട്ടാണ് ഇൻസ്റ്റാൾമെൻറ്റ് പിന്നെ അവർ തയ്യാറാകുന്നത്. അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെ ഇൻസ്റ്റാൾമെൻറ്റ് ഹറാമാവുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എപ്പോഴാണ്? ഏതെങ്കിലും ഒരു അടവ് തെറ്റുകയാണെങ്കിൽ പലിശ നൽകേണ്ടി വരും. 295 രൂപ അങ്ങനെയൊക്കെയാണ് ബാങ്കുകളും അധികം ഈടാക്കാറ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ആ ഇൻസ്റ്റാൾമെൻറ്റ് തെറ്റാണ്. അത് പരിശോധിക്കണം. എല്ലാ ഇൻസ്റ്റാൾമെൻറ്റും ഹലാലായി വരില്ല. അപ്പോൾ ഏതെങ്കിലും അടവ് തെറ്റുന്ന സാഹചര്യത്തിൽ നിങ്ങൾ കൂടുതൽ പൈസ തരേണ്ടി വരും, അഥവാ പലിശയായിട്ട് തരേണ്ടി വരും എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. അത് പലിശയ്ക്ക് കൂട്ടി നിൽക്കാൻ ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ അതല്ലാതെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ അടക്കുക, അത് അങ്ങനെ അടച്ചു വീട്ടിൽ തീരുന്ന രൂപത്തിലാണെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റിൽ തെറ്റൊന്നുമില്ല. EMI എന്ന് പറയുന്ന ഈസി മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് പലതും പറയുന്നുണ്ട്. ഏതായാലും എളുപ്പത്തിൽ മാസം തുകകൾ അടച്ചിട്ട് കാശ് സ്വരൂപിക്കാനുള്ളൊരു മാർഗം ഇതാണ് ഇപ്പോൾ EMI എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിൽ പോയിട്ട്, ഒരു കമ്പനിയിൽ പോയിട്ട്, ഒരു മൊബൈൽ ഷോപ്പ് പോയിട്ട് ഒരു 50,000 മൊബൈൽ വാങ്ങുകയാണെങ്കിൽ അവിടേക്ക് കാശ് കൊടുക്കുന്നവർ, നമ്മളെ കയ്യിൽ കാശില്ല. അപ്പോൾ അവർക്ക് കാശ് കൊടുക്കുന്നവരാണ് ബാങ്കാണ്. ബാങ്ക് അവിടെ 50,000 കൊടുക്കേണ്ട സാഹചര്യത്തിൽ ബാങ്ക് അവിടെ എത്രയാണ് കൊടുക്കുന്നത്? 49,000. അതിൽ വരുന്ന ബാക്കി, ഒരു ഉദാഹരണത്തിന് പറയാം, ബാക്കി കുറച്ച് തുക എന്താക്കുന്നുണ്ട്, ബാങ്ക് അവിടെ പലിശയായിട്ട് പിടിച്ചു വെക്കുന്നുണ്ട്. നമ്മൾ പലിശക്ക് അവിടെ കൂട്ടി നിൽക്കുകയാണ്. അപ്പോൾ കമ്പനി പ്രൊഡക്റ്റ് പോട്ടെ, ഇവർക്ക് എന്താക്കുന്നില്ല, 20,000 പിന്നെ 2 ലക്ഷത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ 2 ലക്ഷം അവർക്ക് കിട്ടൂല. EMI വകേനെ 2 ലക്ഷം അവർക്ക് കിട്ടൂല. പക്ഷെ നമ്മളെന്ത് ചെയ്യണം? ബാങ്കിലൊക്കെ എത്ര അടക്കേണ്ടി വരും? 2 ലക്ഷം തന്നെ കൃത്യമായിട്ട് അടക്കേണ്ടി വരും. അപ്പോൾ ഈ കച്ചവടമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ബാങ്കിന് അവിടെ ഒരു വലിയൊരു തുക നമുക്ക് വായ്പ നൽകി എന്നതിൻ്റെ പേരിൽ വാങ്ങുകയാണ്. അപ്പോൾ നമുക്ക് വായ്പയായിട്ട് 2 ലക്ഷം നൽകി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് അവിടെ കുറച്ച് പൈസ പിടിക്കുകയാണ്. അപ്പോൾ അതവിടെ ബാങ്കിന് കിട്ടുന്ന ലാഭമാണ്, അതവിടെ പലിശയാണ്. ആ പലിശയെ സഹായിക്കലാണ് നമ്മൾ മുഖേന. അപ്പോൾ അതുകൊണ്ട് അത് പാടില്ലാത്ത കാര്യം തന്നെയാണ്. തന്നെയുമല്ല, ഇത് പിന്നെ ഏതെങ്കിലും ഒരു തവണകൾ മുടങ്ങുന്ന സാഹചര്യത്തിൽ പല വിധത്തിലുള്ള 30% പറയുന്നത്, 15% പറയുന്നത്, പല വിധത്തിലുള്ള പലിശ ഈടാക്കുന്നവരുണ്ട് പല ബാങ്കുകളും. ഏത് തവണകൾ മുടങ്ങുന്ന സാഹചര്യത്തിൽ അത് 295 അങ്ങനെ പല വിധത്തിലുള്ള പിന്നെ കരാറിലാണ്. ഏതെങ്കിലും നിലക്ക് ഒരു തവണ മുടങ്ങുകയാണെങ്കിൽ ഇത്ര ശതമാനം പലിശ നൽകേണ്ടി വരും. അപ്പോൾ അതും ഇസ്ലാമിൽ അനുവദനീയമല്ല, അതും ഹറാമായിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ ഇസ്ലാമിലെ ഇൻസ്റ്റാൾമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തവണകളിൽ വല്ല വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, അടക്കാൻ മുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ പൈസ നൽകുക എന്നുള്ള രീതിയില്ല. പൈസ എത്ര മുമ്പ് നിശ്ചയിച്ച് എത്രയാണോ തുക അത് മാത്രമേ അടക്കാൻ പാടുള്ളൂ. അതല്ലാത്തത് പലിശ രൂപമാണ്, അതൊരിക്കലും ആ രൂപത്തിൽ ചെയ്യാൻ പാടില്ലത് നിഷിദ്ധമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നോ കോസ്റ്റ് EMI എന്നൊക്കെ പറഞ്ഞിട്ട് പലിശ ഇല്ലാത്ത EMI ഉണ്ട്, മാർഗങ്ങളുണ്ട് എന്ന് ആരും കമൻ്റ് ചെയ്താൽ നിൽക്കണ്ട. എത്ര നോ കോസ്റ്റാണ് എന്ന് പറഞ്ഞാലും അതിനകത്തും ഇസ്ലാമിക വിരുദ്ധത വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം തന്നെ, ബാങ്കിന് ഒരു റോളുമില്ലാതെ കാശ് കൊടുക്കുന്നു എന്നുള്ള നിലക്ക് ബാങ്ക് നല്ലൊരു പൈസ പിടിക്കുന്നുണ്ട്, അത് പലിശയാണ്. അതേ പ്രകാരം തന്നെ ആ കരാറുകളുടെ കൂട്ടത്തിൽ എന്ത് വരുന്നുണ്ട്, ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഗഡുക്കൾ ഓരോ മാസത്തിലെ മന്ത്ലിയിലുള്ള ഗഡുക്കൾ അടക്കുന്ന സമയത്ത് ആ സമയം തെറ്റിക്കഴിഞ്ഞാൽ അവിടെയും അവർ പലിശ പിടിക്കുന്നുണ്ട്. അപ്പം മാസം മാസം ചില ആളുകൾ എന്താക്കുന്നില്ല, ഓരോ തുകകൾ ആ പ്രൊഡക്റ്റിൻ്റെ തുക മാത്രം കൊടുത്താൽ മതി, അതിൻ്റെ കൂടെ പലിശ ഇല്ല എന്ന് പറയുമ്പോഴും ഇത് തെറ്റുന്ന സാഹചര്യത്തിലും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ആദ്യമായി വാങ്ങുന്ന സാഹചര്യത്തിലൊക്കെ പലിശയുമായി ബന്ധം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രൂപത്തിൽ ഒരിക്കലും ഒരു പ്രൊഡക്റ്റുകളും വാങ്ങാതിരിക്കുക. ബൈക്കാവട്ടെ ഏത് പ്രൊഡക്റ്റുമാവട്ടെ ഇത്തരത്തിലുള്ള വാങ്ങാതിരിക്കുക. അതിലുകൊണ്ട് നമുക്കൊരുപാട് നഷ്ടങ്ങളുണ്ടെന്ന് മാത്രമല്ല അത് പലിശയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപകാരപ്രദമായ അറിവ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.